ഞാൻ ചിക്കൻ കഴിക്കൽ കുറവാണ് ചേട്ടോ. കഴിക്കും, നടക്കാൻ പറ്റും. നല്ല ഭക്ഷണം കേട്ടോ. ഓക്കെ പോയിട്ട് വീട് അവിടെയാ? പാട്ടൊക്കെ പാട് കേക്കാം. താഴ്വാരം രാത്താരം ഉന്മാദം തൂകും നേരം. ഓ ഓ എൻ്റെ അമ്മ. അപ്പോൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാം, ഉപ്പിട്ട സോഡ നിറങ്ങുള്ള. അപ്പോൾ ഇവരൊക്കെ വഴി മാറുന്ന ആൾക്കാരാണ്. വാവ് വാവ് പറേ വാ. ഇവിടെ ഒരു ബാഗ് ഇരിക്കുകയാണ്. ഇത് ആരെ ബാഗ് നിറഞ്ഞൂടാ, ഇത് ബോംബായിരിക്കോ? സൗണ്ട് കേൾക്കണം, ടിക് ടിക്. ഒരു ബാഗ് കളഞ്ഞിട്ടുണ്ട്. ആരെ ബാഗാണിത്? ഒരു ബാഗ് ഇങ്ങനെ ഇருக்கு. യാർ ബാഗ് ഇത്? ഹലോ ബ്രദേഴ്സ്, ഹലോ നண்பர்களே, ഒരു ബാഗ് ഇങ്ങനെ ഇருக்கு. അപ്പോൾ പോകാന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കാളിമലയാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 40 കിലോമീറ്റർ ദൂരമുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് അമ്പൂരി വില്ലേജ് അറിയാം, അതിൻ്റെ അടുത്താണ്. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ട്രിപ്പ് പോയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന സൊമാറ്റോ വ്ളോഗാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട്. അതിൻ്റെ മെയിൻ കാരണം കുറച്ച് ടൈറ്റാണ് സിറ്റുവേഷൻ, അത്രയും ചിലവുണ്ട്. അതുകൊണ്ട് ഒരു ട്രിപ്പ് പോകാനുള്ള പൈസ മാറ്റാനുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പം. പക്ഷെ ഇന്ന് എന്തായാലും ഒരു ചേഞ്ചിന് വേണ്ടി പോയേ പറ്റുമെന്നായി പോയി. ചെറിയ ട്രിപ്പില്ല, അടുത്തന്നെ, വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെ കൂടെ ഒരു കൂട്ടുകാരെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ പേര് എബിയാണ്. അപ്പോൾ പുള്ളി പോകുന്ന വഴിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ബൈക്ക് ഹീറോ ഹോണ്ട CD100 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ. അതിൻ്റെ പേര് വന്നിട്ട് അപ്പുകുട്ടൻ ബ്ലോഗ്സ് സംതിങ് ആണെന്ന്. അപ്പോൾ ആ പുള്ളിക്ക് ഒരു ചാനൽ പ്രൊമോഷനും നമുക്കൊരു കണ്ടന്റ് ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി മെയിനായിട്ട് ട്രാവൽ വ്ളോഗ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പോകാനുള്ള മെയിൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 12 ഓഗസ്റ്റ് 2025 മണി ഇപ്പോൾ കറക്റ്റ് 12:45. ഇറങ്ങാലോ, വേറെ ഒന്നും പറയാനില്ലല്ലോ, അത്ര തന്നെ ഇപ്പോൾ സമയം. ബാക്കിയുള്ളത് പോണ വഴിക്ക് വരുന്നത് പറഞ്ഞ് പോവാം. അപ്പോൾ ജീവിതത്തിൽ പൂജപ്പുര അടുത്താണെങ്കിൽ ചുമയായിട്ട് ഞാൻ വരാം. നീ ചുമയാണെങ്കിൽ അല്ലെങ്കിൽ നീ വരണ്ട, ഇവിടെ നിന്നാൽ മതി. സ്കൂളിൽ പോയില്ല വയ്യെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ ഇറങ്ങി വരാമെന്ന് കൂടെ ബെസ്റ്റ്. ചുമ മാറിയിട്ട് സ്കൂളിലൊക്കെ പോയിട്ട് ലീവ് എടുത്ത് നമുക്ക് ട്രിപ്പ് പോവാം. ഓക്കെ, മൂടിയിരുന്നു. ശരി ശരി ശരി, പോ സമയം വാ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ LAPG കട്ടക്ക് നിൽക്കണം. വാ 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 പറ. പാന് കാണും തലയ്ക്കത് ചീവ്. ശരി പോകാം. ഓക്കെ, അപ്പോൾ പോന്ന കമോൺ. ടാറ്റാ വിഷൂട്ടി. എന്തോ ഡ്രസ്സ് ഇത് മാറ്റാൻ പറഞ്ഞില്ലേ? പോയിട്ടേ അമ്മ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പതുക്കെ നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിടിലം വൈബിലാണ്. പക്ഷേ എന്ത് പറയാം, ജോലിക്ക് ഇന്ന് പോയില്ല എന്ന് വിഷമമുണ്ട്. അപ്പം ഇതും ജോലിയാണല്ലോ വ്ളോഗും അല്ലേ, ഈ ട്രിപ്പ് പോണതും. നമ്മൾ പോണേലല്ലേ ഇപ്പം. പണ്ടൊക്കെ എത്ര പോകുമായിരുന്നു ഞാനും വാണിയായിട്ടൊക്കെ, ഫ്രണ്ട്സായിട്ടൊക്കെ. ഇപ്പോൾ ആർക്ക് സമയമില്ല വരാനായിട്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ബ്രോ പഴയ പോലെ ട്രിപ്പ് ഒന്നും പോകാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെന്തായാലും അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ സൊമാറ്റോ ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരും കൂടെ കണ്ടാൽ കൊള്ളായിരുന്നു. എല്ലാം സെയിം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. സൊമാറ്റോയിൽ നമ്മൾ സിറ്റിക്കകത്ത് ഇറങ്ങുന്നു, ഇതാകുമ്പോൾ ലോങ് പോകുന്നു. പിന്നെ മെയിനായിട്ട് ഓർഡർ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഫോൺ അടിക്കുന്നുണ്ടല്ലോ, ആരെയാ? എബി ആയിരിക്കും. ഒരു മിനിറ്റ്. അബി ഞാൻ ഇറങ്ങിയാ, ഞാൻ ഇപ്പോൾ വരും. 10 മിനിറ്റ്. അവിടെ മറ്റേ ഇതെടുത്താ, മറ്റേ ഗോപ്രോയുടെ കയ്യിൽ കെട്ടണ സംഭവം ഉണ്ടല്ലോ, ബ്രേസ്ലെറ്റാ. ഓക്കെ, എത്ര? ഞാൻ 10 മിനിറ്റിലെത്തും. എബി എന്ന് പറയുന്ന പയ്യൻ ആരെന്നറിയാമോ? നമ്മളെ ശ്യാം അറിയാമോ? ശ്യാമെല്ലാം മറന്നാണ് മിക്കവാറും. പഴയ വ്ളോഗിലുണ്ടായിരുന്നു ശ്യാം, രാജേഷൊക്കെ. അപ്പോൾ അവർ ഗ്യാങ്ങിലുള്ള ആളാണ് എബി. പിന്നെ എബി ഇതുവരെയായിട്ട് നമ്മളെ വ്ളോഗിൽ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോകുന്നത് പാപ്പനംകോടാണ്. അവിടെ പോയി എബിയെ പിക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച് പോകാം. ഓക്കെ, ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാട്ടോ, വലിയ വെയിലൊന്നുമില്ല, ഫുൾ ക്ലൗഡി ആയിരിക്കണം. മിക്കവാറും ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ദിവസം ഇങ്ങനെ പറയണം മഴ ചാൻസ് ഉണ്ടെന്നുള്ളത്. മഴ വേണമെന്നില്ലൊന്നുമില്ല. സംഭവം നമ്മൾ കാളിമലയിൽ പോണത് ട്രക്കിംഗ് ആണ് കംപ്ലീറ്റ്. നല്ല മഴയൊക്കെ പോയത് ഞാൻ പറയാൻ പറ്റില്ല, മണ്ണിടിച്ചിലായിപ്പോയി പണി കിട്ടി. ഓക്കെ, ഒന്നും ആവില്ല, ധൈര്യമായിട്ട് പോയിട്ടാ. ദൈവം കൂടെ ഉണ്ട്. കാളിമല ദേവിയാണ്, ദേവി കൂടെ കാണും. അപ്പുറത്ത് കുരിശുമല നമ്മളെ യേശു ക്രിസ്തു ഉണ്ട്, പുള്ളിയും കൂടെ കാണും അല്ലേ. അതുകൊണ്ട് വേറെ വിഷയമില്ല, കട്ടയ്ക്ക് പോയിട്ട് കമോൺ ഗൈസ്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് നിൽക്കുന്നത് പറഞ്ഞു എബി. ഇവിടെ നിന്ന് കുളത്തിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു. കുളം അങ്ങോട്ടാണ് പോകുന്നത്. ഈ കുളത്തിന് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു എബി. ഇവിടെ നിന്ന് അവൻ ഇൻട്രോ എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഇൻട്രോ എടുത്ത് കഴിഞ്ഞാൽ ആൾറെഡി വീട്ടിൽ നിന്ന്. എനിക്ക് വീട്ടിൽ നിന്ന് എടുത്താൽ ശരിയാവുള്ളൂ. വീട്ടിൽ നിന്ന് ഇൻട്രോ എടുത്ത് ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അങ്ങനെ അവർ കാണിച്ച് പോലെ എനിക്ക് തൃപ്തിയാവുള്ളൂ. ഓക്കെ, ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാം.
കുളമൊക്കെ ഡെവലപ്മെൻ്റ് ആയല്ലോ. ഇവിടെയൊക്കെ പണ്ട് മൺതറയായിരുന്നു, ഇപ്പം ഫുൾ ഇൻ്റർലോക്ക് ഇട്ടൊക്കെയാണ്. ഇതൊക്കെ വേണം, സേഫ്റ്റിയാണ്, നല്ല കാര്യങ്ങൾ. നമ്മളെ വീടിൻ്റെ അടുത്ത് കുളമുണ്ട്, അവിടെ പണ്ടായി കുളിക്കുമായിരുന്നു. ഇപ്പം നിർത്തി കുളിയൊക്കെ, സമയമില്ല മെയിനായിട്ട്. നല്ല വൈബ് തന്നെ, വൈബ് ഇതാ, ഇത് കൂള് വൈബ് ഇതാ. അപ്പോൾ പുള്ളിയെ കാണാൻ ഏകദേശം ടോവിനോ തോമസ് ലുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടല്ലേ. 4 വാക്ക് പുകഴ്ത്തി പറയാൻ പുള്ളിക്ക് സന്തോഷമല്ലേ. ആരെയും പറഞ്ഞിട്ടുണ്ടോ ലുക്ക് ഉണ്ടെന്നുള്ളതൊക്കെ തന്നെ? ടോവിനോ തോമസിന്റെ കാര്യം ഇങ്ങനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഗപ്പി ടൈമിൽ. താടിയും മുടിയൊക്കെ അല്ലേ? എങ്ങനെയും തോന്നിയിട്ടില്ല. ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പുള്ളിയുടെ ബൈക്ക്, ഹീറോ ഹോണ്ട CD100. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ചാനൽ പേര് അപ്പുകുട്ടൻ വ്ളോഗ്സ്. നമ്മൾ ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ പുള്ളിക്ക് ചെറിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ. ഇപ്പോൾ ചെറിയ പോരായ്മ കാണും, ഞാൻ അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ് ഈ ലെവൽ എത്തിയത്. അതേപോലെ ഈ പുള്ളിയും നല്ലപോലെ എത്തിക്കോളും. മോട്ടോ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്, മൂവി റിവ്യൂ, ഈ 3 തീമാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് ഈ വ്ളോഗിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അവസ്ഥ വളരെ പ്രഷറൈസ്ഡ് ആണ്. വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, പ്രായം ആ ഒരു ഏജ് ആയല്ലോ. സ്വാഭാവികമായിട്ടും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളല്ലാതെ ഉണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും സംഭവിക്കാത്ത കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ എന്നാലും വീട്ടിൽ നല്ല ഹാപ്പിയാണ്, ഓക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ള പ്രഷർ ഉണ്ടായിട്ട് എനിക്ക് പുറത്തു പോകാനായിട്ട്, എൻ്റെ കൊച്ചിനൊക്കെ പുറത്താണ്, പുള്ളി കുറെ ജോലി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പോവാതെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ വീട്ടില് എന്നിട്ടും എന്നെ വല്ലായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് ട്രാവൽ ചെയ്യാന്നുള്ളതാണ് എൻ്റെ അതൊരു ഇഷ്ടമുള്ള കാര്യം. ട്രൈ ചെയ്ത് നോക്കുക, ജയിക്കണം തോൽക്കണം രണ്ടാമത്തെ വിഷയം. വേറെ ഒന്നുമില്ല, നമ്മളൊരു സമയത്ത് പിന്നെ ആലോചിച്ച് കാര്യമില്ല. നമ്മൾ അന്ന് ട്രൈ ചെയ്തെങ്കിൽ ചിലപ്പം വർക്കൗട്ട് ആയാലെന്നുള്ളത്. അത് ഇന്ന് ട്രൈ ചെയ്യുക, തോക്കട്ടെ, ഒരു വിഷയമില്ല. ഒറ്റ ജീവിതമേ ഉള്ളൂ അല്ലേ, കൂടി ഇപ്പം ചാവാന്നില്ലല്ലോ. അത്ര തന്നെ. ഓക്കെ, ഞാനും ചേട്ടൻ്റെ ഒരു പ്രെഡിസസറാണ് അല്ലേ? അതെ, പ്രെഡിസസർ എന്നല്ലേ പറയുന്നത്. കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ള ആ പാടാ. How deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമുണ്ട്. പക്ഷേ എവിടെ നമ്മൾ കൂടുതൽ സന്തോഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് എല്ലാം മറന്ന് നമ്മൾ കുറച്ച് റിലാക്സ് ആവുന്നത്. പിന്നെ ആ ജോലി ഒന്ന് 10 പേർക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ സന്തോഷം കൂടുതൽ, ബോണസ് കിട്ടും. അത്ര തന്നെ. ശരി, പോകല്ലോ, കൂടുതൽ പറഞ്ഞ് പാട്ട് പാടാം. അവിടെ പോയിട്ട് പാടാം. അവിടെ ചെന്നിട്ട് പാടാം. ഞാനും പാട്ടങ്ങളാണ്, ഞാൻ പാടിയ ആൾക്കാർ. അതാണ് എനിക്ക് പറ്റിയ ഒരാള് എന്ന് വെച്ചാൽ ചേട്ടൻ മാത്രം. ഞാൻ പാടും, പക്ഷെ എനിക്ക് വലിയ സംഗീതം അറിഞ്ഞൂടാ, ചുമ്മാ തോന്നിയ പോലെ പാടും. അത് ചിലപ്പോൾ വർക്കൗട്ട് ആവും. ഇപ്പൊ പുള്ളി നല്ല പാട്ട് പാടുന്ന ആളാണ്, അവിടെ പോയിട്ട് കിടിലം പാട്ട് പാടാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സമയം ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. ആ ഡയലോഗ് പറയാതെ വിടൂല ആരെയും, വിടില്ല ഞാൻ. അടിച്ചു പൊളിക്കണം ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ, കട്ടൊക്കെ. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദൂരം മാത്രം വോയിസ് കോഡ് ആയിട്ടില്ല, എന്തോ ചെറിയ ക്യാമറയിൽ പ്രശ്നമുണ്ട്. അത് പിന്നെ നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ വോയിസ് ഓവർ, അതായത് ഇവിടെ നിന്ന് അമ്പൂരി വരെ വോയിസ് ഓവർ, അമ്പൂരിയിൽ നിന്ന് കാളിമല കയറുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. വേറെ വിഷയത്തിൽ കമ്മോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ബിരിയാണി വാങ്ങാനുണ്ട്. അപ്പോൾ അബി പറഞ്ഞു വെച്ചാൽ പോകുന്ന വഴിക്ക് ഹോട്ടലുണ്ട്, അവിടെ വില കുറവാണെന്ന് പറഞ്ഞത്. നമുക്ക് അവിടെ കയറിയിട്ട് പോകാം. പാർസൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നല്ല മണമല്ലേ. പപ്പടം തന്നെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഓക്കെ, ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. പോന്നാ, ഇനി വേറെ വിഷയമൊന്നുമില്ല. നമുക്കുള്ള ഫുഡായി. നമ്മളെ ബൈസൺ ഫുഡായില്ലല്ലോ. പെട്രോൾ അടിക്കണ്ടേ ബൈസണ്? 200 രൂപയ്ക്കാ, 200. ഓക്കെ, അങ്ങനെ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്, പെട്രോൾ അടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ വിശപ്പ് മാറിയിട്ടുണ്ട്. എൻ്റെ വിശപ്പ് മാറിയില്ല, കാരണം ഈ ബിരിയാണി കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അന്നേരം അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. ഓക്കേട്ടാ, പോകുന്ന. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ബൈക്കിനെ നമ്മളൊക്കെ ചേർത്ത് വെച്ച്. ചുമ്മാ ഒരു ഫോട്ടോ എനിക്ക് തമ്മിൽ ആവശ്യം ഇറങ്ങിയല്ലേ. കമോൺ സമയമായി, 3:30 മണിയായി. എപ്പോൾ ഇറങ്ങി നമ്മൾ? അയ്യേ അല്ലേ, 12 മണിക്ക് ഇറങ്ങിയാണ്, 3:30 മണിയായി. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മാറ്റി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം ഒരു ബോട്ടില്ലേ, എടുത്തോടാ. ഓ, നല്ല മണം, പഫ്സിൻ്റെയും കട്ട്ലറ്റിൻ്റെ മണം അടിക്കുന്നു. വട എത്രയാണ് ഒന്ന്? 10 വട പാർസൽ. ഓക്കെ, നല്ല സൂപ്പർ വട, അടിപൊളി കേട്ടോ. നല്ല മുരാൻ നിൽക്കണം, കൊതിയാവണം. വട വാങ്ങിച്ച് കഴിക്കാം. പോന്നാ വഴി ഇങ്ങോട്ടാ ഇങ്ങോട്ടല്ലേ? ഓക്കെ, സെറ്റ്. ഓർഡർ പിക്കിടല്ല. ഓക്കെ, അപ്പോൾ പോകുന്ന. വേറെ വിഷയമൊന്നുമില്ല, എല്ലാ സാധനം വാങ്ങിച്ചുകൊണ്ട്. ഉള്ളിവട ആൻഡ് ബിരിയാണി, നല്ല കോമ്പിനേഷൻ അല്ലേ? പുതിയ കോമ്പോ നമ്മൾ ഉണ്ടാക്കണം, അത് ഫേമസ് ആക്കണം. അതാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി. വേറെ ഒന്നുമില്ല, ഉള്ളിവട കണ്ടപ്പോൾ ഭയങ്കര കൊതിയായിട്ടോ എനിക്ക്. നമ്മളെ ട്രിവാൻഡ്രത്ത് ഉള്ളിവട ചെറുതാണ്, അത് കാണാൻ ലുക്കും ഇല്ല. ഇത് നല്ല കളറായിരിക്കണം, നല്ല വലുതായിരിക്കണം,
10 രൂപയ്ക്ക് എന്ത് ലാഭം കണ്ട നാട്ടിൻപുറത്തൊക്കെ. നാട്ടിൻപുറത്ത് എപ്പോഴും വടകൾ സൂപ്പറാണ്. കരൈ വന്ന പിറക് ഇരിക്കുത് കടല്. ഓ ലൊക്കേഷൻ ഒരു രക്ഷയില്ല. മല കണ്ട എന്തൊരു ഹൈറ്റ് അല്ലേ ഇത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് താമസിച്ചാൽ മതി അല്ലേ, സിറ്റിക്കകത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. നല്ല പ്രകൃതി ഭംഗിയായ കാഴ്ചകളും നല്ല പ്യൂർ ഓക്സിജൻ, നല്ല വൈബ്, നല്ല ഫുഡ് കിട്ടും ഇവിടെ. നേരത്തെ ഒരു പയ്യനെ കണ്ടായിരുന്നു, ആ പയ്യൻ പറഞ്ഞു ഇവിടെ ബീവറേജ് കൊണ്ടെന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാ സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് റോഡ് മോശം കേട്ടോ, നല്ല കുത്തു കയറ്റമുണ്ട്. റോഡ് കുറച്ച് നല്ല ഒരു കരട് മുരടായിക്കണം. ഇത് ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, റോഡ് പൊളിഞ്ഞു പോയി, പഴയ റോഡാണത്. ആഹാ ഇത് വലിയൊരു കയറ്റമാണ് കേട്ടോ, കുത്തു കയറ്റമല്ലേ. ഇതാണ് ചുരുളിപ്പടം. തങ്കച്ചേട്ടന്റെ പറമ്പിൽ കുഴി കുത്താൻ. തങ്കച്ചേട്ടന്റെ പറമ്പിൽ റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. അതെടാ തങ്കച്ചേട്ടന്റെ പറമ്പിൽ കുഴി കുത്താൻ. തങ്കച്ചേട്ടന്റെ പറമ്പിൽ കുഴി കുത്താന്ന ആൾക്കാർ നമ്മള്. സൂപ്പർ ലൊക്കേഷൻ അല്ലേ, പൊളി. വാറേ വാ, ഫുൾ കാടല്ലേ. എൻ്റെ അമ്മ രക്ഷയില്ല. സത്യം പറയുമ്പോൾ ലോങ് പോകേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നാൽ മതി ഇല്ലേ. നല്ലൊരു വൈബ് കിട്ടുകയാണ്. ഇവിടെ നിന്ന് ബോർഡ് വെച്ചിരിക്കണം, കാറ് കയറ്റമായിരിക്കും അല്ലേ. പയ്യെ കയറാം. ഇവിടെ കംപ്ലീറ്റ് പാറ കേട്ടോ, വലിയ വലിയ പാറ. നോക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന മലയാണ്. കൂനിച്ചിമല, കുരിശുമല, അങ്ങോട്ടാ കാളിമല. കാളിമല ഇങ്ങോട്ടാണ്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറിയാ. എൻ്റെ അമ്മ ഇത്രയും ദൂരം വണ്ടി വരും അപ്പം സൂപ്പറായിട്ട്. ഇത് ആൾമോസ്റ്റ് ഒരു കൊടൈക്കനാൽ ഫീൽ ഉണ്ടല്ലോ അല്ലേ. എന്നാലും പൊളി ഫീൽ കേട്ടാ. റോഡെത്തി. ഓക്കെ ഓൾമോസ്റ്റ് നമ്മൾ എത്തി പോകട്ടെ. ഇവിടുന്ന് കാളിമല ഇതാണ്. ഇവിടുത്തെ ഇവിടെയാണോ ട്രക്കിംഗ്? ഓക്കെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബൈക്ക് പാർക്കിങ്ങിൻ്റെ സ്പോട്ട്. 2 ബൈക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ആരൊക്കെ പോയിട്ടുണ്ട് മുകളിലോട്ട്. ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് പോകാല്ലേ. ആദ്യം ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് മല കയറാം. ഓക്കെ ഫുഡ് ഇവിടെ അവിടെ കഴിക്കാന്നാ. ഇത് വണ്ടി പോലും അല്ലേ, വണ്ടി നടന്നേ പറ്റുള്ളൂ. ജീപ്പോ ചേട്ടൻ്റെ വണ്ടി പോകും. പിന്നെ എൻ്റെ അല്ല വണ്ടി ബൈക്ക് ശരിയാവില്ല, കണ്ടായി പോകും. വെള്ളം ഉണ്ടോ നോക്കട്ടെ. ആ ഉണ്ട്. അത് കഴിയാനുള്ളതുണ്ട്. ഇതൊക്കെയാണ് കണ്ടിട്ട് കൈ കഴുകണത്, അവിടെ പോയി കഴിക്കണത് അല്ലേ. എടുത്തായിരുന്നു പിന്നെ ആണല്ലേ. ഉച്ചയ്ക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് കഴിച്ചില്ല ആഹാരം. നല്ല സ്കിഡുള്ള സ്പോട്ടാ കഴിക്കാൻ പറ്റിയ അല്ലേ. കസര ഉണ്ടോ അവിടെ ഇരിക്കാൻ? 2 കസേരയില്ല. മണം നോക്കാം കടയിലെ. നല്ല മണത് ബിരിയാണിയില്ലേ, ഒരു രക്ഷയില്ല കേട്ടാ. എത്രയായത്? 90 രൂപ. ഇല്ല ഞാൻ വാങ്ങിച്ചല്ല, എൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടോ. നമ്മൾ എബിയിലെ ചാപ്പാട് എന്ന് പറഞ്ഞത് ചോറ്, മുട്ട പൊരിച്ചത്, തോരനുണ്ട്. രണ്ട് തോരനാ. ബീൻസ് തോരനും ചമ്മന്തി പക്ഷേ മിസ്സിംഗ് ആണ്. ചമ്മന്തി മിസ്സിങ് വിഷമമുണ്ട്. അപ്പോൾ വീട്ടിൽ പോവാം, ചമ്മന്തി എടുക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ചാപ്പാട് എന്ന് പറഞ്ഞത് ബിരിയാണി, പപ്പടം കറച്ചി പോലെ ആയി പോയി. പപ്പടം കാണാനില്ല, എവിടെ പോയി? സലാഡുണ്ട്. എടുത്തോ എന്നാ മടിക്കാൻ പാടില്ല. ചാപ്പാട് കയറ്റി കറക്റ്റാക്കണം. ഇറച്ചി കുറഞ്ഞു കാണും. ഇറച്ചി റൈസ് ഇതിലും കൂടുതൽ ഇറച്ചിയുണ്ട്, കുഴപ്പമില്ല. ചോറ് ശരിയാണല്ലേ. ചോറ് മറ്റേ സാധാ ചോറ് വിളിക്കണം കണ്ടപ്പോൾ. ഞാൻ ചിക്കൻ കഴിക്കൽ കുറവാണ് ചേട്ടോ. കഴിക്കും കുറവാണ്, എന്നാലും അത്യാവശ്യം ബീഫാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. പിന്നെ മട്ടൻ, പിന്നെ ചിക്കൻ ഫ്രൈ കഴിക്കും. എനിക്കങ്ങനെ കഴിച്ചുകൂടായികയൊന്നുമില്ല. ഞാൻ എല്ലാ ആഹാരവും കഴിക്കും. എനിക്കങ്ങനെ ഫേവറേറ്റ്സ് ഒന്നും പറയാനില്ല. പക്ഷെ ഇപ്പം ചിക്കനോട് ഒരു മടുപ്പ്. റീസെൻ്റ്ലി ചിക്കൻ സ്ഥിരം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ലേ, അതുകൊണ്ട് തൽക്കാലം കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കഴിച്ചിട്ട് നടക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. നല്ല ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇല്ല തുടങ്ങല്ല. ഈ ഫോണിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഓക്കെ പോയിട്ട് ഓടി പോയിട്ട് വീട് അവിടെയാ. ഇവിടെ കുറെ ഷൂട്ടിംഗ് ഉണ്ട്, സീരിയൽ സിനിമ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയണത്. അപ്പോൾ പോന്നാ സമയം 5 മണിക്ക് മുമ്പ് കയറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് ശരിനാ പോന്നാ. ഉണ്ടാക്കണം. പിന്നെ ഒരുവിധം ശരാശരിയൊക്കെ ഉണ്ട്. എനിക്ക് മാസം ഒരു എമൗണ്ട് വരും, കുഴപ്പമില്ലാതെ. വരും വന്നോളൂ. അതെ പോന്നാ എല്ലാം അടുത്തല്ലേ. ഇപ്പോൾ ഹെൽമെറ്റ് ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല പോലെ, കുഴപ്പമൊന്നുമില്ല, ഒരിക്കലും സേഫായിട്ട്. ഓക്കെ ഇനി ട്രക്കിംഗ് കമോൺ. അടിച്ച് പൊളിച്ച് സൂപ്പർ ഫുഡ് കൊള്ളാം, നന്നായിരുന്നു. ഹെവി ആവണം. റേറ്റിന് വിലക്കുള്ള ഫുഡ് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞില്ലേ ചോറ് കുറച്ച് വലിയ ചോറായിപ്പോയി. ഈ ലൊക്കേഷൻ തമിഴ്നാടാണ് കേട്ടോ, കേരളമല്ല. ഇവിടുത്തെ ആൾക്കാർ മലയാളം പറയാം, തമിഴ് പറയാം, 2 ലാംഗ്വേജ് സൂപ്പർ സംസാരിക്കും കേട്ടോ. നമ്മളെപ്പോലെ തന്നെ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ സംഭവം. ഈ വഴി എന്ന് പറഞ്ഞാൽ ഫുൾ പാറകൾ കൊണ്ടുണ്ടാക്കിയ വഴികളാണ്, പാറയും കാര്യങ്ങളൊക്കെ വെച്ച്. അതുകൊണ്ട് ഇത്തിരി പയ്യെ നടന്ന് പോകാൻ വിഷയമൊന്നുമില്ല. മഴ പെയ്താൽ ഇത്തിരി പാടാണ്, ചർക്കടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ജീപ്പ് എല്ലാം പോകുന്ന പറഞ്ഞു ഇങ്ങോട്ട് ഈ വഴിക്ക്. ബൈക്കും പോകും കുഴപ്പമില്ലാതെ, നല്ല ഓഫ് റോഡ് ബൈക്ക് ഉണ്ടെങ്കിൽ വിഷയമില്ലാതെ പോകാൻ പറ്റും. പക്ഷേ അങ്ങോട്ട് ബൈക്ക് കയറ്റി വിടില്ല, അവിടെ വഴക്ക് പറയും. ബൈക്ക് നോ എൻട്രി, ഓൺലി ജീപ്പ്. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കണം, വളഞ്ഞ് മുകളിലോട്ട്. കടൽ പ്രദേശത്ത് നിന്ന്
ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3000 അടി ഹൈറ്റാണ്. ഇതിപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കാളിമലയാണ്. ഇവിടെ നിന്ന് അടുത്ത് കുരിശുമല, അതുവഴിയൊക്കെ പോകാൻ പറ്റും, ഇല്ലെങ്കിൽ വേറെ വഴി കൂടെ പോകണം. ഈ ഫുഡ് കഴിച്ച് നടക്കാൻ പാടില്ല ഉടനെ, കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഇപ്പോൾ കഴിച്ചുകൊണ്ട് എനിക്ക് ഗ്യാസ് കയറിയ പോലെ ഒരു ഫീൽ. ചോറ് കൂടി പോയിട്ടോ ഒരുപാട്, ഞാൻ അത് കളഞ്ഞു കുറച്ച് ബാക്കിയെടുത്ത്. നല്ല വയറുള്ളവർക്ക് ഇത് പറഞ്ഞാൽ കഴിക്കുള്ളത്. പിന്നെ പാട്ട് കേൾക്കാം. ഏത് പാട്ട് പാടാം? ഇഷ്ടമുള്ള പാട്ടോട്. ഇതുപോലത്തെ കാടിന് പറ്റിയ സോങ്. താഴ്വാരം രാത്താരം ഉന്മാദം തൂകും നേരം പാരാകെ ചേക്കേറാനിയും ഞാനും ചെമ്മാനം താനേ മാരിക്കാറായി മണ്ണിൻ മേലെ പെയ്യും കാൽത്താളം. സൂപ്പർ. അല്ല പാടല്ലോ നീ എങ്ങനെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് കേൾക്കും സാധാരണ ആൾക്കാരെ പോലെ. വലിയൊരു പാറയിലെ ഗുഹ പോലെയാണ്, ഗുണാക്കാവ് പോലെയാണ്. മനിതനുണർന്ന് കൊള്ള ഇത് മനിത കാതലല്ല. അതേ ലൊക്കേഷൻ അങ്ങോട്ട് പോകണ്ട, പാമ്പാണ് രാജവമ്പാല. 2 ബൈക്ക് ഉണ്ടായിരുന്നു, 4 പേര് ഇറങ്ങി. അപ്പോൾ നമ്മൾ മാത്രമേ ബാക്കിയുള്ളൂ ഒറ്റയ്ക്ക്. വൈബ് വേറെ ലെവൽ കേട്ടോ. ഫസ്റ്റ് ടൈം അറിഞ്ഞുകൊണ്ട് പുതിയതായിക്കണം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, മനസ്സിന് ഒരുപാട് ഒരു റിലാക്സേഷൻ ആവും, ടെൻഷനൊക്കെ മാറിക്കെട്ടും, പിന്നെ ബോഡി നല്ല ഹെൽത്തി ആവും. കയറ്റം കയറിയല്ലേ, നല്ല കഥക്കാണ്. അല്ലടാ ഇത് 2 വഴി, ലെഫ്റ്റ് റൈറ്റ്, ഇങ്ങോട്ടല്ലേ സംഭവം. വലിയ കുത്ത് കയറ്റമല്ല കേട്ടോ, സ്ലോപ്പാണ്. നമുക്ക് കയറി പോകാൻ എളുപ്പമുണ്ട്, സുഖമായിട്ട്. ചെറിയൊരു കഥപ്പ് കാണും, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ മളി കയറണം, ലൈറ്റ് കുറഞ്ഞാൽ ഒന്നും കിട്ടൂല. അങ്ങോട്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്യാം ആർക്കെങ്കിലും. അപ്പോൾ ഫാമിലിക്ക് പറഞ്ഞാൽ യൂസ് ആവുമല്ലോ, പയ്യന്മാർക്ക് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകും. എന്താണ് കിണറായിരിക്കും? കിണറാണോ? ടാങ്ക്. അകത്ത് മീനുണ്ടല്ലേ? സൗണ്ട് ഉണ്ടോ? ചീവീടിന് ഇതൊക്കെയാണ് സ്ഥലം. ഇവിടെ വരുമ്പോൾ പൂരിച്ചമല നിങ്ങൾ മസ്റ്റായിട്ട് പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല, അടുത്ത ഡീപ്പാണ്, ഭയങ്കര കുത്തുകയറ്റം. അപ്പോൾ ഇതുവരെ ജീപ്പ് എൻട്രി ഉള്ളൂ. ഇവിടെ നമ്മൾ നടന്നു കയറണ്ട അങ്ങോട്ട്. എന്താ അതെന്തരാ കൊക്കലാണോ? മളി പോടാ, സമയമായി വാ. ഇറക്കി വിടല് കൊക്കയാണ് അവിടെ. ഓ സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല, പൊളി. അല്ല ശരി തന്നെ കേട്ടാ. വാവ് വാവ്. ഇതുപോലെ ട്രക്കിങ്ങിന് ഷൂ അത്യാവശ്യമാണ്. ഷൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും കയറാനായിട്ട്. ചെരുപ്പ് കാണാൻ നിൽക്കില്ല നമുക്ക് കാലിൽ, നല്ല കംഫർട്ടായിരിക്കണം. അപ്പോൾ ഇതുവരെ ജീപ്പിന് എൻട്രി ഉള്ളൂ. ഇവിടെ അല്ല, അവിടം വരെ. അവിടെ ജീപ്പ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നടന്നു പോകണം. ജീപ്പിന് ഓട്ടം ഇല്ലേ ഇപ്പോൾ? ജീപ്പിന് ആൾ ശരിക്കും ഉണ്ടെങ്കിൽ ഓട്ടം കാണും. ഇവർ വിളിച്ച് ബുക്ക് ചെയ്യണം അഡ്വാൻസ് ആയിട്ട്. അണ്ണാ നിങ്ങൾ സിനിമയിലെടുക്കും ആരെങ്കിലും, അത്ര കിടിലോട്ട് അഭിനയിക്കണം. അവനെയല്ല ഇതൊക്കെ സെറ്റപ്പ്. ഇങ്ങനെ കളിക്കും ആൾക്കാർക്ക് ഒരു വൈവാവുള്ളൂ. ഭയങ്കര വെള്ളം എന്താ രക്ഷയില്ല. അപ്പോൾ നല്ല ക്യാമറ ഭയങ്കരമുള്ളതാവല്ലേ, കളന്ന്. ഇത് തീർന്നല്ലേ? ഓ ഓ ഓ എൻ്റെ അമ്മോ, നല്ല കടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ വരെ സ്ലോപ്പായിരുന്നു, ഇപ്പോൾ നല്ല കുത്ത് കയറ്റമായിപ്പോയി. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു വ്യായാമമല്ലേ. കഴിച്ച ബിരിയാണി ഫുള്ളും ബാണിങ് ആവട്ടെ അല്ലേ? എടാ സത്യം പറഞ്ഞാൽ കൊള്ളാം. ഒരേ സൊമാറ്റോ വ്ളോഗായിരുന്നു കഴിഞ്ഞ 2 മാസം കൊണ്ട്. ഇത് കുറച്ച് വെറൈറ്റി ആയിരുന്നു. അടുത്ത ആഴ്ച വേറെ സ്പോട്ടിൽ പോകാം. അപ്പോൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാം, ഉപ്പിട്ട സോഡ നിറങ്ങുള്ള. ഭയങ്കര വെള്ളം എന്താ, അയ്യോ കടന്നു കേട്ടാ. സുധീഷ് ഒരു ശബരിമല ആയിപ്പല്ല. സ്വാമിയെ ശരണമയ്യപ്പ. ഇവര് യൂട്യൂബറാ. സൂപ്പർ കടയാണ്. നാരങ്ങ വെള്ളം, സോഡ സർബത്ത്, പിന്നെ കപ്പലണ്ടീസ് ഉണ്ട്. കപ്പലണ്ടി, പീനട്ട്സ്, ഫ്രൈംസ് ഉണ്ട്, ചക്കവറ്റുണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. ചേച്ചിയുടെ പേര് കുമാരിയാണ്. ചേച്ചി ഇവിടെ താഴെയാണ് പോകേണ്ടത്. ചേച്ചി ദിവസവും നടന്ന് കയറി ഇവിടെ വന്ന് കട ഓപ്പൺ ചെയ്ത് സാധനങ്ങളൊക്കെ വിറ്റിട്ടാണ് പോകണം അല്ലേ? അപ്പോൾ സമ്മതിക്കണം, നമുക്ക് വല്ലപ്പോഴും കയറുമ്പോൾ തളർന്നു കൂടാ. ദിവസം കയറി ചിരിച്ചാൽ ഈസിയാണ്, വല്ലപ്പോഴും കയറിപ്പോൾ ഇങ്ങനെ ഉള്ളൂ. ഓക്കെ ചേച്ചി പോയിട്ട്. ആ ബാഗ് മറന്നു കേട്ടാ.
ആള് വരണം. ഇപ്പം ആളെ കയറ്റി വിടണം 5 മണി ശേഷം. അപ്പോൾ ഇവരൊക്കെ വഴി മാറുന്ന ആൾക്കാരാണ്. ഇത് കൊള്ളാം, നല്ല വഴി. പൊളി ലുക്കല്ലേ, ഗ്ലാസ് അടിപൊളിയാണല്ലോ. റിപ്പയുണ്ട് പറ. കൊള്ളാം, പൊളി. അങ്ങനെ കടക്കുണ്ടോ അങ്ങോട്ട്? കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ സംഭവം സൂപ്പർ കേട്ടോ. ഒരു കട ആവശ്യമാണ് ഈ ലൊക്കേഷനിലെ. ചില ഇടത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര റേറ്റാണ്. 30 രൂപ പറയും നാരങ്ങളുള്ളത്. ഇവിടെ ന്യായമായ റേറ്റാണ്. അങ്ങോട്ട് പോയിട്ട് വാ, സൂപ്പർ ലൊക്കേഷൻ. അങ്ങോട്ട് തീരെ അങ്ങ് ഇറങ്ങട്ടാ, ഇവിടെ നിൽക്കാം. കൊക്കയാണ് പുറത്ത്. ഇത്ര ആയിട്ടുണ്ടായിരുന്നു. സുധീഷ വേണ്ട, അതുവഴി കയറിപ്പോ. പാൻറ്റ് ടൈറ്റ് ആയിരുന്നു. അതെ അതെ. വാവ് വാവ്, വാ, പറയാൻ വാക്കുകളില്ല. സംഭവം പൊളി. നേരിടാമല്ലേ അത്? സൂപ്പർ വ്യൂ കേട്ടാ. ലാഭമുണ്ടല്ലേ? നമ്മൾ ഊട്ടിയും കൊടൈക്കനാൽ പൊന്മുടിക്ക് പോകുന്ന ആ ഒരു ദൂരം പോലും ഇല്ല. ഇത്ര അടുത്താണ്. ഇത്ര കിട്ടിയ ലൊക്കേഷൻ ഉണ്ട് ഈ ഭാഗത്തൊക്കെ. പക്ഷെ മെയിൻ കാര്യം നടന്ന് കയറണം. അത് വയസ്സാർക്ക് പറ്റില്ല. നമ്മളെപ്പോലെ ചെറുപ്പക്കാരാണെങ്കിൽ വിഷയമില്ല കാര്യം. ഇപ്പോൾ മൊത്തം ബഡ്ജറ്റ് 200 രൂപ പെട്രോൾ, 100 രൂപ ബിരിയാണി, 20 രൂപ നാരങ്ങ വെള്ളം, 320 രൂപയ്ക്ക് സൂപ്പർ. പിന്നെ പാർക്കിംഗ് 20 രൂപ ഉണ്ട്, 340 രൂപ. നല്ല തണുത്ത കാറ്റ്, അങ്ങോട്ടാണ് മെയിൻ സാധനങ്ങളൊക്കെ ഉള്ളത്. അങ്ങോട്ട് പോകാൻ ഓക്കെ പോലോ. എങ്ങനെയുണ്ട്? ഓക്കെ ആണല്ലോ? ക്ഷീണമുണ്ടോ? നാളെ രാവിലെ പറയാൻ പറ്റും. കാലും കൈ കഴക്കും. മെയിനായിട്ട് തുടയും മുട്ടും നല്ല കഴക്കും. ഇപ്പം അറിയില്ലേ, ഇപ്പം നമ്മൾ ഈ നടന്ന് പോകണമുണ്ട്. ഇങ്ങനെ പോകണം. എത്ര നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര വർഷമായി? 1 വർഷം മുകളിലായി കാണും അല്ലേ? 2 വർഷമായി. 2 വർഷമായി. അപ്പോൾ ഇതാണ് കോവിലല്ലേ, കാളിമല ദേവീക്ഷേത്രം. കോവിൽ അടച്ചിരിക്കുകയാണ്. അങ്ങോട്ട് രാവിലെ പൂജ കാണും മിക്കവാറും. വൈകിട്ട് ചിലപ്പോൾ കാണും അല്ലേ? വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുറക്കൂല്ലോ, തുറന്നില്ലല്ലോ. ഇവിടെ കോവിൽ ഉത്സവം വരും, ആ സമയത്ത് വരണം. പൊളിയായിരിക്കും. ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പിന്നെ ഇത് കണ്ടിട്ടാണ് പലരും. ശൂലം കുത്തിക്കളം, ശുദ്ധജലം കുടിക്കാനുള്ള വെള്ളമുണ്ട്. പക്ഷെ പൈപ്പിൽ ടാപ്പില്ല. ഇവിടെ വരാൻ നേരത്ത് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരിക, 2-3 ബോട്ടിലൊക്കെ. വെള്ളം ദാഹം ഉണ്ടാവും. പിന്നെ അവിടെ കടകളുണ്ട്, കുഴപ്പമില്ല. ഇതാണ് സൂപ്പർ അല്ലേ? ഇതാണ് കറക്റ്റ് സ്പോട്ട്. അവിടെ ഇരിക്കാം. എൻ്റെ അമ്മ, അപ്പോൾ ഇതാണ് കറക്റ്റ് സ്പോട്ട്. നല്ല കിടിലം വ്യൂ പോയിന്റ്. അവിടെയും കൊള്ളാമല്ലേ? അവിടെ കുറച്ച് ഹൈറ്റ് കുറവല്ലേ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ? സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എല്ലാം ഉണ്ട്. ബീച്ചുണ്ട്, ഹിൽ സ്റ്റേഷൻ ഉണ്ട്, സിറ്റി ലൈഫുണ്ട്, നൈറ്റ് ലൈഫുണ്ട്. രണ്ടൊന്നല്ലേ? എല്ലാം കൂടെ 40 കിലോമീറ്റർ അകത്ത് റേഡിയസ് വരും. സത്യം പറഞ്ഞാൽ നമ്മൾ ലക്കിയാണല്ലേ ഭയങ്കരമായിട്ട് ട്രിവാൻഡ്രംകാർ. ഇവിടെ ഒരു ബാഗ് ഇരിക്കുകയാണ്. ഇത് ആരെ ബാഗ് നടന്നൂടാ? നിന്റെ ബാഗിലല്ല ഏതായാലും. വീട്ടിൽ കൊണ്ടുപോകാം. ഇത് അമ്മയുടെ ബാഗായിരിക്കും. അമ്മ പോയാ ചോദിക്കാം. പോയിക്കാണ് തോന്നണ്ട. അവർ തമിഴ് ആൾക്കാരാണ്. എങ്ക ഇരിക്കീങ്ക? ഇത് ബോംബായിരിക്കോ? സൗണ്ട് കേൾക്കണം, ടിക് ടിക്. സൗണ്ടൊന്നുമില്ല. ഒരു ബാഗ് കളഞ്ഞിട്ടുണ്ട്. ആരെ ബാഗാണിത്? ഒരു ബാഗ് ഇങ്ങനെ ഇருக்கு. യാർ ബാഗ് ഇത്? യാരാ ഇരിക്കീங்களா? ഹലോ ബ്രദേഴ്സ്, ഹലോ നண்பர்களே, ഒരു ബാഗ് ഇങ്ങനെ ഇருக்கு. ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി ചെയ്യണമല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഒപ്പം വീണ ജസ്റ്റ്. ഇതാണ് കോവിൽ കാളിമലയുടെ. നാഗരിയാണ് ഇവിടെ കോവിലായിട്ട്. മാണനാണ്, ദേവിയാണ്. ഓക്കെ, ഹലോ ബ്രദേഴ്സ്, പോയിട്ടിങ്ങളാ? ഹലോ ഹലോ ഹലോ, എവിടെ പോയി ഉമാർ? ഓടിയാ? സൗണ്ട് കണ്ടില്ലേ? നമുക്ക് വീട്ടിൽ പോകണം പെട്ടെന്ന്. അങ്ങോട്ട് റൂട്ട് വേറെയാണ്. നண்பர்களே, ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? ഹലോ, സൗണ്ട് കേൾക്കാം. അവരുണ്ട്. ഹായ് ബ്രോ, ഉങ്ക ബാഗാ? அங்கேருந்து கூப்பிட்டு வரேன், யாரையும் காணும். ஓகே பரவாயில்ல ப்ரோ, வெல்கம். அங்கேருந்து கூப்பிட்டு வரேன், யாரையும் காணும். சவுண்டு மட்டும் கேட்கு. உள்ள என்ன இருக்குது பேக்குள்ளே? தெரியல. சரி, தேங்க்ஸ் ப்ரோ. ஓகே ப்ரோ, பாய். பார்த்து போங்க. ஓகே ப்ரோ, சரி வா. കണ്ടാ, ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ലേ? ഇതേത് വഴി?
ഇല്ല നമ്മൾ വന്ന വഴി പോവാം. വന്ന വഴി കൂടെ കഴിഞ്ഞ സംഭവം ഇത്ര തന്നെ കഴിഞ്ഞ്. ഇതോ കയറി പോണ കൊണ്ട് അത് അവർ വേറെ വഴി കൂടെ പോകണം. നമ്മോട് ചോദിച്ചാ ഞങ്ങള് ப்ரோ அந்த வழி எங்கே போகும்? அந்த வழி எங்கே போகும்? கேஎல்டிஎன் கேரளா தமிழ்நாடு ஷார்ட் ஃபார்ம் கேஎல்டிஎன். ഓക്കെ പാരുങ്ക ബ്രോ, നിങ്ങൾ എടുപ്പിക്കാം വ്ളോഗിൽ. അപ്പോൾ ഇതിന് നമ്മളൊരു മെയിൻ വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞത്. നമ്മൾ ഇത്ര ഇന്ന് വേസ്റ്റ് ആയിപ്പോയി, ടൈം കളഞ്ഞു പറഞ്ഞത്. ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. ഇതാണ് കറക്റ്റ് 3000 അടി. ചെറുക്കാൻ നോക്കി പോകണം. വലിയ റിസ്ക്കാണ്. സെറ്റ് കേട്ടോ, അടിപൊളി. ഇതാണ് കറക്റ്റ് ഹൈറ്റ് അല്ലേ? ഇതിന് ഹൈറ്റ് വേറില്ലല്ലോ. നല്ല മിസ്റ്റ് അല്ലേ നോക്ക്. നല്ല മഞ്ഞ കണ്ടാ. ഇത് മിസ്റ്റാണോ ഫോഗാണോ? മിസ്റ്റ് കടുപ്പം കുറവാണ്, ഫോഗ് കടുപ്പം കൂട്ടില്ല, അങ്ങനെ എന്താ പറയും. ഇനി അടുത്ത് അങ്ങോട്ട് പോകാം. ഇതാണ് ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഇതും കൂടെ കഴിച്ച് നമുക്ക് നേരെ വീട്ടിൽ പോത്താൻ തീർന്ന്. ഓ നല്ല വേർത്ത് കുളിച്ചേട്ടാ. ഇവിടെ എന്താണ് പ്രാർത്ഥനയാണ്? എല്ലാ ദിവസവും ആയിരിക്കില്ല, ഞായറാഴ്ച മാത്രമായിരിക്കും. ഇവിടെ ഒരു കിട്ടുന്ന വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് എവിടെ നോക്കിയ വ്യൂ പോയിന്റ് അല്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പൊന്മുടിയൊക്കെ ഒറ്റ ടോപ്പല്ലേ ഉള്ളൂ. പൊന്മുടി ഭയങ്കര ആള് കൂടുതൽ എല്ലാവരും. സൂപ്പർ. കൊക്കയല്ലേ, വൻ കൊക്ക. ഫ്രണ്ട്സ് മൂവിയിൽ ജയറാം വീഴൂല്ലേ കൊക്കയിലോട്ട്, അതുപോലെ അല്ലേ? തമിഴ് സിനിമയിൽ വിജയ് എന്നിട്ട് മുടി വെട്ടിയിട്ട് വരായിരുന്നു. അത് തന്നെ. ഇത് താഴെ മഞ്ഞ് പറഞ്ഞു നമ്മളോട്ട് അണ്ടർടാക്കർ ആയിക്കോ. അവിടെ മഞ്ഞ് പോകണോട്ടാ, അവിടെ നിന്ന് ഇറങ്ങാതിരിക്കാൻ നല്ലത്. വീണ് കഴിഞ്ഞാൽ തീർന്ന് സംഭവം. സ്ലോപ്പും ഇല്ല, ഒറ്റ അടിക്കങ്ങ് വീഴും. അതുകൊണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ കൂടുതൽ ഇറങ്ങി പോകണ്ട, ഇതിവിടെ നിന്നാൽ മതി. സംഭവം ഏരി ഡേഞ്ചറാണ്, അടിപൊളി സ്ഥലമാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടാ, സേഫാണ്. വീട് കഴിഞ്ഞാൽ നോക്കണ്ട, ഇനി പോകണ്ട, ഇവിടെ നിന്നാൽ മതി. എൻ്റെ അമ്മോ, എന്തിനാ ഇത്? ഇത് മറ്റേ ആമസോണിന്റെ കാർഡിന്റെ മാപ്പ്. ഓ സത്യം പറയാലോ, ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. വരണ ആൾക്കാർ അവൻ്റെ ജീവൻ അവൻ നോക്കിക്കോ. ഇത്ര നേരം ഇറങ്ങാൻ പാടില്ല. ഞങ്ങൾ പിന്നെ സേഫായിട്ട് നിൽക്കണേ ഉള്ളൂ. ഇരുന്ന കുഴപ്പമില്ല, നിൽക്കണ്ട. സംഭവം സെറ്റാണ്. കാളിമല പ്രതീക്ഷയെക്കാളും വേറെ ലെവൽ കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു സൂപ്പർ ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ വരിക. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ടല്ല താഴോട്ട്. തങ്ക ഇരുട്ട് കേട്ടാ, അമ്മോ ഫുൾ മഞ്ഞുമായിരിക്കണേ. അപ്പോൾ ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഹൊറർ ഫീലും ഉണ്ട്. പക്ഷേ നമ്മൾ എൻജോയ് ചെയ്ത് പോകാനുള്ള യാതൊരു കാര്യം ചുമ്മാ ഈസി ആയിരിക്കാൻ പാടില്ല, കുറച്ച് കഷ്ടപ്പാട് വേണം. എങ്കിൽ ആ ട്രിപ്പ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിരിക്കുള്ളൂ. ഇടയ്ക്കൊന്ന് വീണായിരുന്നു, കുഴപ്പമില്ല. ലൈറ്റായിട്ടൊന്ന് കൈ മുറിഞ്ഞ പോലെ ഫീൽ, വേറെ വിഷയമൊന്നുമില്ല. ഞങ്ങളെൻ്റെ കാലിൽ ഒരു ആണി കുത്തി കയറി കീറി കണ്ടില്ലേ? കണ്ട് ഈ ശൂലല്ലേ സംഭവം. ലൈറ്റ് ഉണ്ട് കേട്ടാ, കുഴപ്പമില്ല. വിളിച്ചോ കൊണ്ട് അപ്പം വേറെ വിഷയങ്ങളൊന്നുമില്ല. കട്ടയ്ക്ക് പോ സൂക്ഷിച്ചാ. സംഭവം ഓൾമോസ്റ്റ് ഒരു ചുള്ളി സിനിമ പോലെയൊക്കെയാണ് അല്ലേ? നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൗണ്ട് കേൾക്കണ്ട ഭയങ്കരമായിട്ട്. പുലിയല്ല ആവാൻ സാധ്യതയൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല. ഉറപ്പ് അണ്ണാ ഇതിന്റെ താഴെയാണെന്നാണ് പുലി പിടിച്ചത്. അപ്പോൾ വയ്യപ്പോമ്പാ ദൈവമേ കത്തോണേ. നിങ്ങളുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഒരു തടി എൻ്റെ ഉണ്ടായിരുന്നു. കയ്യിലൊരു കല്ലുണ്ട്. കല്ലുണ്ടോ കയ്യിൽ? രണ്ട് കല്ല്. പച്ചേര ചിലപ്പോൾ ആവശ്യം വരും. കാരണം സിറ്റുവേഷൻ എതിരെ പറഞ്ഞത് പുലിയാണ്, കാട്ടുപന്നി അറിഞ്ഞൂടാ. സൗണ്ട് കേൾക്കണം ഭയങ്കരമായിട്ട് അങ്ങോട്ടൊക്കെ. വരണമെങ്കിൽ ഇന്ന് നോക്കണ്ട, നമ്മളെ ജീവനാണ് വലുത്, മനസ്സിലായല്ലോ. ഈ ടൈമിലൊക്കെ ഇങ്ങനെ ഇറങ്ങി പറഞ്ഞ ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇത്ര ലേറ്റ് ആകാൻ പാടില്ല. നമ്മൾ പിന്നെ വൈബടി ചെന്നപ്പോഴേ എല്ലാം മറന്നുപോയി. അല്ല മാനോ. അപ്പം ഈ മലയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനം ഇറങ്ങണം നമ്മളാണ്. നമ്മളെ ഫ്രണ്ടിൽ കൂടെ രണ്ടുപേര് പോയിരുന്നു, അവരൊക്കെ വേറെ ജില്ല എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാനില്ല. അവന്മാരെ കൊണ്ടുപോയി പുലി വന്നെങ്കിൽ അതും പറയാൻ പറ്റില്ല. എവിടെ പുലി ഇറങ്ങി ലാസ്റ്റ്? കാരിക്കുഴിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ. അപ്പോൾ ഓക്കെ പോന്നാ. വണ്ടിയിൽ കയറിയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. നടന്ന് തളർന്നു കേട്ടോ. പക്ഷേ എൻ്റെ അമ്മോ, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ ഡീപ്പ് ഫോറസ്റ്റിനകത്ത് നടന്നു പോയിട്ടില്ല. പറഞ്ഞ വഴി കുറച്ച് ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അതുമില്ല. എന്തൊക്കെ സൗണ്ട് കേൾക്കണ്. അത് എന്ത് മൃഗം നടന്നോടല്ലോ, നമുക്ക് അറ്റാക്ക് ചെയ്ത് ഞാൻ തീർന്നില്ലേ. പാമ്പ്. അപ്പോ വിഷമുള്ളതിന് വരയുള്ളടാ. ശങ്കൂര ആയിരിക്കും അല്ലേ? റിസ്കി ആയിരിക്കും കേട്ടാ. കാടല്ലേ, എല്ലാം കാണും. ഇതിൽ ക്യാമറയിൽ കെട്ടിയല്ലേ നടന്നൂടാ. ഞാൻ കണ്ടു നല്ല പോലെ. സംഭവം വിഷമുള്ള സാധനമാണ്, കടിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഇവിടുന്ന് അടുത്ത് ഹോസ്പിറ്റലൊന്നും ഇല്ല. വന്ന വഴി ലൈറ്റായിട്ടൊന്ന് മറന്നു പോയ പോലെ ഫീല്. ഇത് വന്ന വഴി അമ്പൂരി, ഇതുവഴി പോകാല്ലേ? നല്ല വലിയ വട കേട്ടാ. സത്യം പറഞ്ഞാൽ 2 പേർക്ക് ഒരു വട സൂപ്പറാണ്. ഇതിനെ പാതി വടയാണ് നമ്മൾ ട്രിവാൻഡ്രം സെറ്റ് ചെയ്ത് കിട്ടുന്നത്. 10-12 രൂപ പറയും. ഇതൊരു എന്ത് വലിയ വട, 10 രൂപയേ ഉള്ളൂ. ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. പിന്നെ ഒരു കാര്യം, ഉള്ളിവടയിൽ ശരിക്കും എണ്ണ കാണും, ആ വിഷയമുണ്ട്.
ഇനി നേരെ വീട്ടിലോട്ട് ഈ വേറെ സംഭവമൊന്നുമില്ല. ഓക്കെ കമോൺ പോകണം. ഓക്കെ നമ്മളെ വീട്ടിലേക്ക് വന്നാച്ച്. എവിടെയൊക്കെ പോയാലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ അസുഖം വേറെയാണല്ലേ. നമ്മളെ വീടിൻ്റെ സ്വർഗം. അത് ചെറിയ വീടായാലും വലിയ വീടായാലും. ഓക്കെ അത്ര തന്നെ വീഡിയോ എൻ്റെ ആവാറായി. നാളെന്ന് കേട്ടാ വന്നിട്ട് കുറേ നേരമായി. ഒന്ന് കുളിച്ച് ഫ്രഷായി കാപ്പി കുടിച്ചപ്പോൾ സമയം 12:30 മണി ആവാറായി. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് പോയത്. പുറത്തായിരുന്നു. ചെറിയ ബഡ്ജറ്റ് ഒരു വലിയ ഹിൽ സ്റ്റേഷൻ. ഇനി അടുത്ത കുരിശുമല പോകണം, തൊട്ടപ്പുറത്ത് തന്നെ. പിന്നെ കൂലിച്ചിമല, വേറെ കുറേ മലകളുണ്ട് ആ ഏരിയയിലൊക്കെ. അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ട് പോവാം. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല. നമ്മളെ അഭി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇന്ത്യ പോയാണ്. ആരും പാട്ട് കുറച്ച് ഹായ് പറയാനുണ്ട്. വെയിറ്റ്. അപ്പോൾ ഇന്ന് ഹായ് പറഞ്ഞ ആൾക്കാരെ പേര് പറയാം. അളിയൻ 123, സൽമാൻ ജി ടെക്, സൂര്യനാരായണൻ, പിന്നെ സന്തോഷ് കുമാർ ചേട്ടൻ എനിക്കറിയാം പേഴ്സണലായിട്ട്. പുള്ളിക്കാരൻ്റെ വീട് ഊക്കോട്. പിന്നെ ബോംബെ സഫയർ, നൗഫിദ്, അശ്വിൻ അശോക്, പിന്നെ അത്ര തന്നെ. പിന്നെ ഒരാൾക്ക് ബർത്ത്ഡേ വിഷസ് പറയാനുണ്ട്, ജോർജ് എം ജി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജോർജ് എം ജി എന്നാണ്. ഓക്കെ അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ ലൈഫ് അടിച്ചു പൊളിക്കണം ഓരോ നിമിഷവും. അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ എല്ലാ വണ്ടി ചെയ്തു തരും, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ. ഓക്കെ റേറ്റൊക്കെ അഫോർഡബിൾ ചെയ്യുകയാണ്. കുറേ പേർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 8089529674 എന്ന നമ്പറിലോട്ട് വാട്സാപ്പ് കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കുക. ഓക്കെ അപ്പോൾ അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ എല്ലാ പറ്റി കട്ടക്ക് നിൽക്കണം.